പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് എരി ഇല്ലാത്തതാണ്, അതാണ് ഏറെ എടുത്തത്. പിന്നെ ഒരു ചട്ടി ചൂടാക്കി നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ ഇല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. പിന്നെ കടുക് ഇട്ട് പൊട്ടിച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പല എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, മുളക് പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി കുറച്ചിട്ടിട്ട് മുളക് പൊടി ഏറെയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറുന്നിടം വരെ. പിന്നെ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളിയാണ് ഇട്ട് കൊടുത്തത്. അങ്ങ് വലിയ മത്തിയൊന്നും അല്ലായിരുന്നു, ചെറിയ മത്തിയായിരുന്നു കിട്ടിയത്. അപ്പം വലുത് നോക്കി ഞാൻ കറി വെക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുരട്ടി വെച്ചിട്ടുണ്ട് വറക്കാനും കൂടി. പിന്നെ ഞാൻ മുറിച്ചില്ല, രണ്ടായിട്ട് മുറിച്ചില്ല, ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡും. മുഴുവനെ ഇട്ടങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, പുളി ഇട്ട് കഴിഞ്ഞാണ് ഞാൻ ഓർത്തത് മാങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പുളിയെല്ലാം പെറുക്കിയെടുത്തിട്ട് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് മാങ്ങ ഇട്ട് കറി വെക്കാൻ കിട്ടില്ലല്ലോ ഇവിടെ. അപ്പോൾ മാങ്ങ ഉള്ളപ്പോൾ മാങ്ങ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് പുളിയെല്ലാം പെട്ടെന്ന് തന്നെ ഞാൻ അതിനകത്തൊന്ന് പെറുക്കിയെടുത്തിട്ട് മാങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ വെന്ത് വന്ന് നന്നായിട്ട് മീൻകറിയും നല്ലതായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കരിയാപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറവായിരുന്നു, അപ്പോൾ അതാണ് ലാസ്റ്റ് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. പിന്നെ നമ്മുടെ കപ്പയുണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. ഇത് ചേട്ടന് വേണ്ടിയുള്ളതാണ്, കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടി സാമ്പാറും മോരുകറിയും. നമുക്ക് മീൻ വറുത്തതും കപ്പയുണ്ടായിരുന്നു. അപ്പം ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കപ്പ ഇട്ട് കൊടുത്തു. കപ്പ നന്നായിട്ടങ്ങ് വെന്ത് പോയായിരുന്നു, നല്ലതായിട്ടങ്ങ് കുഴയുന്ന കപ്പയായിരുന്നു. പിന്നെ മത്തിക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാങ്ങയൊക്കെ ഇട്ട് വെച്ച മത്തിക്കറി കൂട്ടിയിട്ട് കുറേ കാലമായിരുന്നു. അപ്പം മത്തി വറുത്തതും ഒക്കെ കൂട്ടി ഇന്ന് അടിപൊളി ഒരു ഊണായിരുന്നു. അപ്പം ഞാനിവിടെ മത്തി ഇന്ന് മുളക് ഇട്ടാണ് വെച്ചത്. നമ്മൾ തേങ്ങ അരച്ചും കറി വെക്കും മത്തി, പക്ഷേ അതിനെക്കാട്ടി നല്ലത് കപ്പയുടെ കൂടെ നമ്മൾ മുളക് കറി വെക്കുമ്പോഴാണ് നല്ലത്.